ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളികളുടെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലോ അവിയൽ. വെജിറ്റബിൾസും അതുപോലെ തേങ്ങയുടെ ഒരു അരപ്പും കുറച്ച് വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആ സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണ് എടുത്തതെന്ന് നോക്കാം. ചേന എടുത്തിട്ടുണ്ട്, അതുപോലെ ക്യാരറ്റ്, പടവലം, വെള്ളരിക്ക, കോവയ്ക്ക, ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഇനി ഞാൻ എൻ്റെ കയ്യിലില്ലാത്തത് മുരിങ്ങക്ക, പച്ചക്ക, അതുകൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിച്ച് ആയിട്ടുണ്ടാകും അവിയൽ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ കഷ്ണങ്ങളൊന്നും കുക്കറിലിട്ടിട്ടല്ല ഇന്ന് ഞാൻ വേവിച്ചെടുക്കുന്നത്. ചട്ടിയിൽ നേരിട്ടിട്ട് ഗ്യാസിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഈ കഷ്ണങ്ങളെല്ലാം ഒരേ വലുപ്പത്തിലും കനത്തിലും നീളത്തിലും വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. അപ്പോൾ അവിയലിന് ഇതുപോലെ നീളത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് ചേനയും ക്യാരറ്റും എല്ലാം കുറച്ച് വേവുള്ള വെജിറ്റബിൾസ് ആയതുകൊണ്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മളിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കൈ വെച്ചിട്ട് നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ആ വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് നമ്മളിനി കഷ്ണങ്ങൾ വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ വെള്ളം തികഞ്ഞില്ലെങ്കിൽ നമുക്ക് കുറച്ച് 1/4 കപ്പ് വെള്ളം കൂടെ, തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി മീഡിയത്തിലും ഹൈക്കും ഇടയിലുള്ള ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിൻ്റെ അരപ്പിനായിട്ട് 1 കപ്പ് തേങ്ങയിലേക്ക് 5 ചുവന്നുള്ളിയും 4 പച്ചമുളകും 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിക്കാതെ തരിതരിപ്പായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇപ്പോൾ ഞാൻ ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ വെജിറ്റബിൾസ് ഒന്ന് നോക്കിയപ്പോൾ വെള്ളം കുറച്ചുകൂടി ഉണ്ട്, കുറച്ചുകൂടി ഒന്ന് വേവ് അതിന് ബാക്കിയുണ്ട്. ഏകദേശം 10 മിനിറ്റ് എടുക്കും ഈ പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് അവിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. തീരെ വെള്ളം ഉണ്ടാവും, എല്ലാം നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം. ഈ സമയത്താണ് നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അരപ്പിനെ നമ്മൾ നടുവിലേക്ക് ആക്കിയിട്ട് വെജിറ്റബിൾസ് കൊണ്ട് ഒന്ന് ഇങ്ങനെ അതുപോലെ മൂടി വെക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നേരം മൂടി വെച്ച് നമ്മൾ ആ ആവി ഒന്ന് നന്നായിട്ടൊന്ന് കയറ്റിയെടുക്കണം. ഇനി ആവിയിലാണ് വെന്താൽ മാത്രമേ, കഷ്ണങ്ങളെല്ലാം ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണല്ലോ. ഇനി തേങ്ങയുടെ അരപ്പ് മാത്രം ഒന്ന് വെന്ത് വന്നാൽ മതി. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയത്തിലും താഴെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ആ അരപ്പൊന്ന് ആവി കയറ്റിയെടുക്കണം. ഇനി മൂടി തുറന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സിങ് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യരുത്. നന്നായിട്ട് അരപ്പുമായിട്ട് വെജിറ്റബിൾസ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് തൈരാണ് ചേർക്കേണ്ടത്. വല്ലാതെ പുളിയുള്ള തൈര് വേണ്ട, ഒരു മീഡിയം പുളിയുള്ള തൈര്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി തൈര് കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം അവിയൽ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സീക്രട്ട്, ഇതിൻ്റെ ടേസ്റ്റ് വരുത്തുന്നൊരു സാധനമാണ് പച്ച വെളിച്ചെണ്ണ. ഇനി കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലാവിഷായിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു നല്ലൊരു അവിയൽ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഒന്ന് മൂടി വെച്ചേക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും എല്ലാ ഫ്ലേവർ അവിയലിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നോക്കൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ നല്ലൊരു അവിയൽ തയ്യാറാക്കി നോക്കുമല്ലോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകില്ലല്ലോ. അപ്പോൾ ഇതുവരെയും എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് വളരെയധികം താങ്ക്സ്. അതുപോലെ ഇനിയും ഞാൻ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.